വാക്ക് കേൾക്കാത്തവരായി തന്നെ ആരും ഉണ്ടാകില്ല. കേട്ടും പറഞ്ഞുമൊക്കെ പഴകിയ ഒരു വാക്ക് തന്നെയാണിത്. സ്നേഹിക്കുന്നത് ഒരു തെറ്റായി പലപ്പോഴും മാതാപിതാക്കൾ കാണുന്നത് പോലും ഒരു പരിധിവരെ ഈ ദുരഭിമാനം കൊണ്ട് തന്നെയാണ്. സ്വന്തം മക്കൾ സ്വജാതിയിൽ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞ് അവരെ മാനസികമായി തളർത്താനാണ് ആദ്യം മാതാപിതാക്കൾ നോക്കുന്നത്. അതിനവർ കുറെ കാരണങ്ങളും നികത്തും. അതൊരു പക്ഷെ അവരുടെ സ്വന്തം തീരുമാനമായിരിക്കണമെന്നൊന്നുമില്ല. സമൂഹത്തിലുള്ളവർ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾ ഇതറിയുമ്പോൾ എന്ത് പറയും എന്ന് ചിന്തിച്ചിട്ടൊക്കെയാണ് പലരും സ്വന്തം മക്കളുടെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾക്ക് എതിര് നിൽക്കുന്നത്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു സ്ത്രീയോ പുരുഷനോ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് ജാതിയാണോ, അല്ലെങ്കിൽ തന്നെ മറ്റു ബന്ധുക്കൾക്ക് വേണ്ടിയാണോ നിങ്ങൾ സ്വന്തം മക്കളെ കല്യാണം കഴിപ്പിക്കുന്നത്? ഇനി ഈ മക്കളെ വലിയ സ്ത്രീധനമൊക്കെ കൊടുത്ത് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്ന ഒരാളുടെ കൂടെ അങ്ങ് കെട്ടിച്ചു വിടും. അവസാനം കെട്ടുന്നയാളുടെ വീട്ടിലെ പീഡനം സഹിക്കാതെ മരണം. ഇതൊക്കെയാണ് കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടകങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ടും വലിയ മാറ്റങ്ങളൊന്നും തന്നെ ആർക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. മിക്ക വീട്ടിലും ഒരു ഇഷ്ടമുണ്ടെന്ന് ചെന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്നത് പയ്യൻ നമ്മുടെ ആളാണോ എന്നാണ്. പിന്നെയാണ് അവന് ജോലിയുണ്ടോ വീടുണ്ടോ എന്നൊക്കെ പോലും ചോദിക്കുന്നത്. ഇതൊക്കെ ചോദിക്കുന്നത് മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും വരേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ പറയുന്നവർ തന്നെ ഒരു പെൺകുട്ടിയോ പയ്യനോ മരിച്ചാൽ അപ്പോ പറയും അവരുടെ ആഗ്രഹത്തിന് അങ്ങ് കെട്ടിച്ചു വിട്ടാ പോരായിരുന്നു, എങ്കിൽ ഈ ഗതി വരെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നവരാണ് ഇപ്പോ നേരത്തെ ഈ കാര്യം പറയുമ്പോൾ അത് മക്കളുടെ ഇഷ്ടം നോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മുടെ സമൂഹം ഈ കാര്യത്തിൽ ഇപ്പോഴും വലിയ പുരോഗമനം ഒന്നുമില്ലാതെ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ഞാൻ ഇതൊക്കെ ചുമ്മാ വന്നിരുന്നങ്ങ് പറയുന്ന ഒന്നുമല്ല. ഇന്നുകൂടി ദുരഭിമാനം കാരണം സ്വന്തം മകളെ വെടിവെച്ച് കൊന്ന ഒരു അച്ഛന്റെ വാർത്ത ഞാൻ കേട്ടതേ ഉള്ളൂ. അതും ഇന്ത്യയിലാണ് എന്ന് ഓർക്കണം നിങ്ങൾ. ഇത്രയും വളർത്തി വലുതാക്കിയ മകളെ അല്ലെങ്കിൽ മകനെ കൊന്നാലും കുഴപ്പമില്ല, അഭിമാനം നിലനിൽക്കണം എന്നാണ് ഇപ്പോഴുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. മൊത്തത്തിലല്ല കേട്ടോ, ചെറുതായിട്ടെങ്കിലും കുറച്ചധികം ആളുകൾ ഇപ്പോൾ ഈ ചിന്താഗതിയിൽ നിന്നും മാറാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. മറ്റുള്ളവർ ഇപ്പോഴും മനഃപൂർവ്വം പുറത്തു വരാതെ ശ്വാസം മുട്ടി അതിനകത്ത് തന്നെ കിടക്കുന്നവരുമാണ്. എന്തായാലും ഇനിയെങ്കിലും ദുരഭിമാന കൊലപാതകങ്ങളെ പറ്റി ചിന്തിക്കാൻ പോലും ആർക്കും തോന്നാതിരിക്കട്ടെ.